ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് സ്ഥലമെടുക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ 8 കൊല്ലമായി, ഇനിയും 10 കൊല്ലമായാലും അത് തീരില്ല. ഒരു കൊല്ലം കൊണ്ട് സ്ഥലമെടുക്കാൻ പറഞ്ഞാൽ അതെടുക്കാത്ത ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്വം ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരോടും പറയണ്ട. പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവില്ല, കസേരയിൽ ഉണ്ടാവില്ല, പുറത്തു പോകും. ഇത്തരം കാര്യങ്ങൾ 50 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് 3 കൊല്ലത്തേക്ക് തുടങ്ങുന്നു. 10 കൊല്ലം കഴിഞ്ഞാൽ തീരില്ല. 10 കൊല്ലമാകുമ്പോൾ 50 കോടി രൂപയുടെ പ്രോജക്റ്റിന് 500 കോടി നമ്മുടെ ഖജനാവിൽ നിന്ന് ലീക്കേജാണ്. ആരുടെ പണമാണ്? ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമാണ് ഇങ്ങനെ പോകുന്നത്, വല്ല വഴിക്ക് പോവുകയാണ്. ഞാൻ പറയുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകാൻ അതിന് നിയമവൽക്കരിക്കും, ലീഗലൈസ് ചെയ്യും. ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി അയാൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ 366-ാമത്തെ ദിവസം അയാൾക്കെതിരെ നടപടി വരും. ഈ കേരളത്തിലെ ഖജനാവ് ചോർച്ചയെ നമ്മൾ തടയണ്ടേ? സ്വകാര്യ കമ്പനിയിൽ നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടന്നുകൂടാ? ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന്, നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റിന്, കാർക്കശ്യമുള്ള ഒരു ഗവൺമെന്റിന് അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് പുതുയുഗ പിറവി എന്ന് പറയുന്നത്. മാറ്റമാണ്, മാറ്റം. ഞാൻ ചോദിക്കട്ടെ, 2001 പണമില്ലല്ലോ ഖജനാവിൽ. ഞാൻ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രിക്ക് വിഷമം. ഞാൻ പറയാൻ കാര്യം എന്താ? എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച പ്രസവിക്കുന്നത് എപ്പോഴാ കണ്ടിട്ടുണ്ടോ? പ്രസവിക്കുന്ന അവസാനത്തെ 2 ദിവസം പരിഭ്രമത്തിൽ ഇങ്ങനെ ഓടി നടക്കും. എന്നിട്ട് ആരും വരാത്ത ഒരു മൂല, ആരും കയറാത്ത ഒരു സ്ഥലം, ഒരു പരിപാടിയും നടക്കാത്ത ഒരു സ്ഥലത്ത് പൂച്ച കൂളായിട്ട് പ്രസവിക്കും. ഈ കേരളത്തിൽ ഇപ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? അത് തന്നെ കേരളത്തിൻ്റെ ഖജനാവ്. ആ ഖജനാവ് നിറയ്ക്കണ്ടേ? ആ ഖജനാവിൽ പണമുണ്ടാകണ്ടേ? ക്ഷേമ പദ്ധതികൾ വേണ്ടേ? വികസന പദ്ധതികൾ നടപ്പാക്കണ്ടേ? എവിടെ നികുതി പിരിവ്? 2001 4000 രൂപയാണ് ഒരു പവന്റെ സ്വർണത്തിന്റെ വില. 4000 രൂപ. ഇപ്പൊ എത്രയാ? 1,30,000 ഒറ്റ. ഇനി 1 ലക്ഷം എന്ന് വിചാരിക്കും അല്ലേ? അപ്പൊ 25 ഇരട്ടിയായി. അന്ന് 500 കോടിയാണ് 2001 നികുതി കിട്ടുന്നത്. ഞാൻ സ്വർണത്തിന്റെ വിൽപ്പന കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് നോക്കി, ഒരു കുറവുമില്ല. അന്നത്തേക്കാൾ കൂടുതൽ വിൽപ്പന നടക്കുന്നുണ്ട്. അന്ന് 500 കോടി സ്വർണത്തിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ 25 ഇരട്ടി കിട്ടണ്ടേ? വേണ്ടേ? കാരണം 1 ലക്ഷം രൂപയായി സ്വർണത്തിന്. 4000ന്റെ 25 ഇരട്ടി. 1 ലക്ഷം അല്ല, അതിന്റെ അപ്പുറത്ത് പോയി. ഞാൻ 1 ലക്ഷം കൂട്ടുന്നുള്ളൂ. 25 ഇരട്ടി എന്ന് പറഞ്ഞാൽ 500 കോടി രൂപയുടെ 25 ഇരട്ടി 12,500 അല്ലേ? 25 625 അങ്ങനെ കോടി. എത്ര കോടി കിട്ടണം? 25 ഇരട്ടി എന്ന് പറഞ്ഞാൽ 500ന്റെ 25 ഇതെന്ന് പറഞ്ഞാൽ 12,500 കോടി വരും. ശരിക്കും വരും. ആ 12,500 കോടി അല്ലെങ്കിൽ 10,000-നും 15,000-നും ഇടയിൽ കിട്ടണം. ഇപ്പൊ കിട്ടണ എത്രയെന്നറിയാമോ? അറിയോ? പഴയ 500 കോടി തന്നെ. ചോർച്ചയാണ്, നികുതി ചോർച്ചയാണ്, നികുതി ചോർച്ചയാണ്. ഇവിടെ സ്വർണ്ണക്കട നടത്തുന്നവരല്ല ആ നികുതി ചോർച്ച നടത്തുന്നത്. അവർക്കും കച്ചവടമില്ല. കാരണം രഹസ്യമായിട്ടുള്ള കച്ചവടം നടക്കുകയാണ് വേറെ പലതരത്തിലും. അതിനെ നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞോ? 10-12,000 കോടി രൂപ ഖജനാവിൽ കിട്ടേണ്ടതാണ് എല്ലാ വർഷവും നഷ്ടപ്പെടുന്നത്. ഇവർക്ക് ഇവിടെ ഗവൺമെന്റ് ഇല്ല, സർക്കാരില്ല. സർക്കാരില്ലായ്മയാണ് ഇവരുടെ ഏറ്റവും മുഖമുദ്ര. അതിന് പരിഹാരമുണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും. ജനങ്ങളുടെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? സാധാരണക്കാരൻ്റെ കണ്ണീര് തുടയ്ക്കാൻ, അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. ആ കഠിനാധ്വാനത്തിൻ്റെ പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം. അതാണ് UDF നിങ്ങൾക്ക് വാക്ക് തരുന്നത്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം കേരളത്തിൽ ഉണ്ടാകും. സമഗ്രമായ മാറ്റമുണ്ടാകും. അടിസ്ഥാന തലത്തിൽ മാറ്റമുണ്ടാകും. കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ഇപ്പോൾ ഒരു 1ാം സ്ഥാനമുണ്ട്. എന്തിനാണെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 11 മാസമായി മാർക്കറ്റിൽ ഇടപെടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഗവൺമെന്റ് ഇല്ല. അതിൽ നിന്ന് നമുക്ക് മാറ്റമുണ്ടാകണം.
നമുക്ക് രാഷ്ട്രീയമൊക്കെ പറയണം, രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല. CPM ഇപ്പം ഏത് വഴിയിലാണ് പോകുന്നത്? സംഘപരിവാറിൻ്റെ അതേ വഴിയിൽ യാത്ര ചെയ്യുന്നു. സംഘപരിവാറിൻ്റെ പരിപാടി എന്താ? ഒരു സംസ്ഥാനത്ത് ചെന്നാൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുക, അല്ലേ, ഭിന്നിപ്പുണ്ടാക്കുക, വിദ്വേഷ പ്രസംഗം നടത്തുക, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വോട്ട് കിട്ടുക. CPM എന്താ ചെയ്യുന്നത്? കേരളത്തിൽ ചേട്ടൻ ബാവയും അനിയൻ ബാവയും ഒരേ പാതയിൽ സഞ്ചരിക്കുക. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 35 ദിവസത്തെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അന്ന് ന്യൂനപക്ഷമായിരുന്നു അദ്ദേഹത്തിന്. അന്ന് എന്തൊക്കെയാണ് പറയുന്നത്? ഗാസയിലെ യുദ്ധം, പാലസ്തീൻ പ്രശ്നം, പൗരത്വ രജിസ്റ്റർ. തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല, ഇതൊന്നും കൊണ്ട് അവർ വീണില്ല. അപ്പം നേരെ ഭൂരിപക്ഷ പ്രീണനമായി. ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി മുഖ്യമന്ത്രി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു. കിങ്കരന്മാർ, AK ബാലൻ, സജി ചെറിയാൻ, പിന്നെ മുഖ്യമന്ത്രി ഇടയ്ക്ക് ഷാളണിയിക്കുന്നവർ, അവരെല്ലാം വിദ്വേഷ പ്രസംഗം തുടങ്ങി. CPM നിയന്ത്രിച്ചോ? BJP നടത്തുന്നത് പോലത്തെ വിദ്വേഷ പ്രസംഗം നടത്തി. മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നാണ് കുറേ നാൾ. മുസ്ലിം ലീഗ് മുന്നണി വരുമെന്ന്. അപ്പൊ പാണക്കാട്ടെ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, മുസ്ലിം ലീഗിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് UDF-ൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് LDF-ൽ പോവാൻ ഒരു കാരണം പോലും ഇല്ലാന്നോ? അതിനേക്കാൾ ശക്തമായൊരു മറുപടി ലീഗ് കൊടുക്കാനുണ്ടോ? ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുത്താതെ, ലീഗിനെ അല്ല പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ലീഗിന്റെ പേര് പറയുന്നുണ്ടേ ഉള്ളൂ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊരു ചോദ്യം, ഈ മുസ്ലിം ലീഗ് ദുർബലമായാൽ, അതില്ലാതായാൽ ആ ഇടം ആര് കൊണ്ടുപോകും? ആ സ്പേസ് ആര് കൊണ്ടുപോകും? അത് തീവ്രവാദ സംഘടനകൾ കൊണ്ടുപോകും. ആണോ? അതിനാണോ ലീഗിനെ ദുർബലപ്പെടുത്താൻ? ലീഗ് കോൺഗ്രസിന്റെ സഹോദര സംഘടനയാണ്. പതിറ്റാണ്ടുകളായി ഞങ്ങൾ ചേർന്ന് നിൽക്കും. അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അവരുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ തടുക്കും മുമ്പിൽ നിന്ന്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം. മുന്നിൽ നിന്ന് ഞങ്ങൾ തടുക്കും. ഇത് പഴയ UDF ഒന്നുമല്ല, ഇത് ടീം UDF ആണ്. ടീം UDF. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിൽ വരും. നിങ്ങളുടെ ഈ വർഗീയത, നമുക്കൊരു നിലപാടുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. വെള്ളം ചേർക്കില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ UDF-ന് പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണമെന്നാണ്. ഇവിടെ തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നിൽക്കുന്ന കുറെ ആളുണ്ട്. വർഗീയതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുക. അവരുടെ കയ്യിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞ വാക്കുകൾ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാൾ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും. പിന്നെ ഓർമ്മ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ കേരളം ഉണ്ടാകും. നമ്മുടെ കേരളം, നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഉണ്ടാകും. അവർ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ കലഹിക്കുന്ന ഒരു കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അതാണ് UDF-ന്റെ നിലപാട്. രാഷ്ട്രീയ നിലപാടാണ്.